ഇന്ന് ഞങ്ങൾ പുൽപ്പള്ളി വരെ ഒന്ന് പോകുകയാണ്. നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ നമ്മളെ മാമൻ്റെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മൈജിയിലൊക്കെ കയറി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിട്ടോ. അതുട്ടൻ അവിടെ എത്തിയപ്പോൾ കിച്ചൂട്ടനും ഉറങ്ങിപ്പോയേ. അങ്ങനെ ഞങ്ങൾ കയറി വരുമ്പോൾ എല്ലാവരും അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൈങ്കിളി കിച്ചൂട്ടനെയൊക്കെ എടുത്തിട്ട് പോയേ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആദിക്കുട്ടനും അപ്പൂട്ടനും സച്ചൂട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മളെ കുടുംബനാഥ, ഇതവിടുത്തെ അമ്മയാണ്, മാമനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയ സമയം വേഗം അച്ഛമ്മ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ മൈൻഡ് ആക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറി എല്ലാവരെയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതാട്ടോ നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ്, നമ്മളെല്ലാവരും കൂടെ വാങ്ങിയതാണ്. അപ്പോഴത്തേനും പൈങ്കിളി ഹായും പറഞ്ഞു വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഗ്യാങ്ങിൽ എത്തിപ്പെട്ടു കേട്ടോ. അതാ സൗമ്യ ചേച്ചി ഹായ് ഒക്കെ പറഞ്ഞു, ശ്രുതി ചേച്ചി ഉണ്ട്, മൂളിയമ്മായി, സുലുവമ്മായി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആദ്യം ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തു. പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അവിടുത്തെ വാഷ് ബേസിൻ ഏരിയ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പം നോക്കുമ്പോൾ 2 പിള്ളേർ, കുഞ്ഞിപ്പിള്ളേർ അവിടെ കളിയാണ് ഭയങ്കരം. അവിടെ തൂക്കിയിടാനുള്ള മാലകൾ കോർക്കുക കേട്ടോ. അവിടെ എല്ലാവരും കൂടി ഉമ്മർത്തിരുന്നിട്ട് ഞങ്ങൾ പിന്നെ അതിന് കുറേ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ആ ഉമ്മർത്തിരുന്നു. ഇതെൻ്റെ ആൻറ്റി കേട്ടോ, ഷീബ ആൻറ്റി. അപ്പോൾ അവിടെ നമ്മളെ വീട്ടിൻ്റെ അവിടെയുള്ള ചേട്ടായിമാരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൻറ്റിമാർ ലിജാൻറ്റിയും ഗിരിജാൻറ്റിയും അമ്മൂക്കുട്ടിയും എല്ലാവരും കൂടെ പൂക്കളൊക്കെ തൂക്കിയിടുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒന്നും റെഡിയാവില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ ശ്രുതി ചേച്ചി, സൗമ്യ ചേച്ചിയും അമ്മായിയും ആൻറ്റിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങളെപ്പോഴും ഒരു ഗ്യാങ്ങാണ് കേട്ടോ. എപ്പോൾ പോയാലും ഒരു ഇമ്പം എപ്പോഴും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. വെറുതെ 4 പേര് ഒരുമിച്ച് കൂടിയാലും ഒരു രസമാണ്. നമ്മളെ പിള്ളേർ സെറ്റൊക്കെ അകത്ത് ബലൂണും കൊണ്ട് നല്ല കളിയാണ്. ആദൂട്ടനും സച്ചൂട്ടനും ഹരിക്കുട്ടനും എല്ലാവരും ഉണ്ട്. ഇത് നമ്മളെ ചേട്ടായിയാണ് കേട്ടോ. ചേട്ടായി നന്നായി പാടുവേ പാട്ടൊക്കെ. ചിലവരൊക്കെ പാട്ടിന് ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു എനർജിയൊക്കെ എല്ലാവരും ചെറുതായി വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ആ പോകുന്ന കേട്ടോ നമ്മളെ കുടുംബനാഥൻ. മാമനും ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ പിന്നെ ഞങ്ങളെ കഥ പറച്ചിലൊന്നും തീർന്നിട്ടില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ചർച്ചയായിരിക്കും കേട്ടോ. നാട്ടിലെയും വീട്ടിലെയും കഥകളൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ കഴുത്തിൽ മാലയൊക്കെ ഇട്ട് വമ്പം പ്രഹസനായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മാലയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ എനർജി ലെവൽ ഇച്ചിരി കൂടിയിട്ടോ. ഞാനും ശ്രുതി ചേച്ചിയൊക്കെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. മണിയും ചേട്ടായി മാമനൊക്കെ ഉണ്ടായിരുന്നു. മാമനൊക്കെ ഞങ്ങളുടെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ കൂടും കേട്ടോ. മാമന് കാലിന് സുഖമില്ലാത്തതുകൊണ്ടാണ് വലിയ ഇതിൽ വരാത്ത, അല്ലെങ്കിൽ മാമൻ ഞങ്ങളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യേ. സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും പയ്യെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അവിടുത്തെ മെയിൻ ക്യാമറ വുമൺ നമ്മൾ ആൻറ്റി ആയിരുന്നു കേട്ടോ. എല്ലാം പകർത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്നു കേട്ടോ ഡാൻസ് കളിക്കാനും എല്ലാത്തിനും നന്നായി സപ്പോർട്ടൊക്കെ ചെയ്തു കേട്ടോ. അവിടെ ആദൂട്ടനും ഒരു കുഞ്ഞിപ്പെണ്ണും കൂടെ ഭയങ്കര കളിയൊക്കെ ആട്ടോ, ഒരു ബലൂണിന് വേണ്ടിയിട്ട്. മാമനാട്ടോ അവരെ കെയർ ടേക്കർ. എപ്പോഴും ഈ കുഞ്ഞിപ്പിള്ളേരെ കളിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ. നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. നമ്മളെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അത് കാണുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും കേട്ടോ. ഇവിടെ പിള്ളേരുടെ സ്നേഹപ്രകടനങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ അപ്പുറം ഡാൻസും തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ താരം കിച്ചൂട്ടൻ പാട്ടിന് അനുസരിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ട് വെച്ചിട്ട് നമ്മൾ ആദൂട്ടനും ഡാൻസിങ് അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ കൂടെ. ഇതാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. നമ്മളെ മാമൻ്റെയും ആൻറ്റീൻ്റെയും ഒക്കെ കുറേ നാളത്തെ ഒരു അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഒരു ഫലമാണ് കേട്ടോ ഈ വീട്. പിള്ളേരൊക്കെ അതിൻ്റെ ഇടയിൽ പൂക്കളൊക്കെ വാരി എറിയുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദൂട്ടനകത്തുനിന്ന് ഒരേ കളിയാണ്. വീഴുവോ എന്നുള്ള മട്ടിലാണ് കശീൻ്റെ നടപ്പ്. നമുക്ക് നടത്തം കാണുമ്പോൾ തന്നെ പേടിയാകും. നമ്മളെ അമ്പാടി അപ്പു സോഫയിൽ നിന്ന് ഒരേ ഗെയിം കളിയാണ്. ഗെയിം മുഖ്യം ബിഗിലേന്ന് കേട്ടോ അവർ പറയുന്നത്. പിള്ളേരൊക്കെ വന്നപ്പോൾ നമ്മളെ എനർജി ലെവലൊക്കെ ഒന്ന് മാറി കേട്ടോ. അവർ അറുമാതിച്ച് കളിയാട്ടോ. നമുക്ക് തന്നെ രസമാണ് കണ്ടിരിക്കാനും കളി അവരുടെ കൂടെ കൂടാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അതാ എല്ലാവരും പുറകിൽ വന്നിട്ട് മറ്റേ ഡാൻസാണ്. ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു എനർജി ലെവലിൽ പാട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഒന്ന് ഇറങ്ങിപ്പോവില്ലേ. അതാണ് ഞാനും ശ്രുതി ചേച്ചി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഡാൻസോ ചേച്ചി പിന്നെ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് ഡാൻസ് കളിക്കാമെന്ന് അറിയില്ല, പക്ഷെ എന്താക്കി ഞങ്ങൾ ഇറങ്ങി എൻ്റെ കൂടെ. എന്തായാലും ഞങ്ങൾക്ക് 4, 3, 7 സ്റ്റെപ്പ് അറിയാം. അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ആയപ്പോൾ എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും പിള്ളേരും എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവരും ഒരേ വൈബിലോട്ട് എത്തി. ആ ഒരു എനർജി ലെവൽ കൂടി വന്നു കേട്ടോ എല്ലാവരും. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴല്ലേ ഒരു ഹാപ്പിനെസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുക. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.
ഒക്കെ നമ്മളെ കാണികളാണ്, ഡാൻസ് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരാണ് കേട്ടോ എല്ലാവരും. കുറേ പേരുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോഴേന് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ആദ്യൂട്ടിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല രസമില്ലേ. ഇപ്പോഴത്തെ അതാ കിച്ചൂട്ടനും സച്ചൂട്ടനും ആദ്യക്കൂട്ടനും എല്ലാം കൂടി ഒരേ അടിയാണ്. തലേദിവസം ഞങ്ങൾ രാത്രി ആയിട്ടോ വീടെത്തിയപ്പം. പിറ്റേ ദിവസം രാവിലെ തന്നെ എണീച്ച്, രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 10 മണിയൊക്കെ ആയിട്ടോ. രാവിലെ തന്നെ എണീച്ച് ഞങ്ങൾ അമ്പലം വരെ ഒന്ന് പോയേ, പുൽപ്പള്ളി അമ്പലത്തിലും ജഡേറ്റിങ്കാവിലൊക്കെ ഒന്ന് പോയേ. വൈകിയായിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോൾ, ഏകദേശം നട അടയ്ക്കാനായിരുന്നു കേട്ടോ ജഡേറ്റിങ്കാവിൽ. ഞങ്ങൾ വേഗം പോയി എന്തായാലും തൊഴുതാൻ പറ്റിയിട്ടോ. ആൻറ്റിയും അമ്മമ്മയും അമ്പാടിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് നേരെ തൊഴുത് ഇപ്പുറം വന്നപ്പം പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പായസം ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പായസമൊക്കെ കുടിച്ച്. എപ്പോഴും അമ്പലത്തിലെ പായസത്തിനൊരു പ്രത്യേക രുചിയല്ലേ. ഞങ്ങളതെല്ലാവരും കൂടെ കുടിച്ച്. കിച്ചൂട്ടനും ആദൂട്ടനൊക്കെ ഒരേ കളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിച്ചൂട്ടൻ നമ്മൾ ആദൂട്ടനൊന്ന് വീഴുകയും ചെയ്തേ. കിച്ചൂട്ടൻ ഓടിക്കളിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് നമ്മൾ പുൽപ്പള്ളി അമ്പലത്തിൽ സീതാദേവി അമ്പലത്തിൽ എത്തി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേന് ഏകദേശം ഒരു 12:30 ആയിട്ടോ. നിവേദ്യൂട്ടിൻ്റെ സമയമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു സൈഡിൽ വന്നിരുന്നേ കുറച്ച് നേരം. തൊഴുത് കിട്ടിയ പ്രസാദം എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരെ ചോറൂണ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നേ. നമുക്കൊരു രസമല്ലേ, ഹാപ്പിനെസ് അല്ലേ അത് കാണുമ്പം. അങ്ങനെ ഞങ്ങൾ ഹൗസ് ഫാമിങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ സമയത്തേന് ഏകദേശം ഉച്ച സമയമായല്ലോ. ഇടയിൽ പോയിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ എടുത്തിട്ട് ആ പാവാടയും ബ്ലൗസും ഒന്നും ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട് കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ. ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കിച്ചുമോനൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, അകത്തോട്ടൊരു പ്ലേറ്റിൽ ചോറ് എടുത്തിട്ട് പിള്ളേർക്ക് 2 പേർക്ക് അവിടെ നിന്ന് കൊടുത്തു കേട്ടോ. അപ്പത്തേനും നമ്മളെ ദേവൂട്ടനൊക്കെ എത്തിയ ദേവൂട്ടൻ്റെയും കിച്ചൂട്ടൻ്റെയും ഒക്കെ സ്നേഹപ്രകടനം കേട്ടോ കണ്ടുവരുന്നത്. നന്ദു ആദൂട്ടനെ എടുക്കാൻ നോക്കുവാണ്. അവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ആരും എടുത്ത് പോകുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ അംഗത്തിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നേ. അപ്പത്തെ സുജിനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റീനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.